ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാമത്തെ റീകോമ്പിനേഷണൽ റിപ്പയർ. സോ ദിസ് മെക്കാനിസം ഈസ് എ സിസ്റ്റം ഓഫ് ലാസ്റ്റ് റിസോർട്ട്. വേറൊരു വഴിയില്ല, റിപ്പയർ ചെയ്യാൻ വേറൊരു രക്ഷയില്ലാത്ത സമയത്ത് അവസാനം സിസ്റ്റം സ്വീകരിക്കുന്നതാണ് റീകോമ്പിനേഷണൽ റിപ്പയർ. ഓക്കെ, so damaged DNA that surpass the other repair mechanisms are repaired by recombinational repair. വേറെ മറ്റെല്ലാം കടന്നു വന്നിട്ടുണ്ട്, ഇനി ഒരു രക്ഷയില്ല, എങ്ങനെയെങ്കിലും ഇത് ക്ലിയർ ചെയ്തേ പറ്റൂ. ആ സാഹചര്യത്തിൽ റീകോമ്പിനേഷൻ റിപ്പയറിലേക്ക് പോകുന്നു. ഓക്കെ, സോ ഇതിനെന്തുകൊണ്ട് റീകോമ്പിനേഷണൽ റിപ്പയർ, റീകോമ്പിനേഷൻ എന്നുള്ള വേർഡ് നമുക്കറിയാം. ഓക്കെ, റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അത് ജനറ്റിക് റീകോമ്പിനേഷൻ, ആ വേർഡ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. So this mechanism makes use of the same enzyme that is involved in the genetic recombination. Okay, and the Recce protein synthesis. Okay, so the Recce protein എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീനാണ്, ഒരു എൻസൈമാണ് ഇതിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ അതേ സംഭവം എവിടെയുള്ളതാണ്? ജനറ്റിക് റീകോമ്പിനേഷനിൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് റീകോമ്പിനേഷണൽ റിപ്പയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, post-replication repair. Why it is called a post-replication repair? Since this happens after the replication process. That is why it is called post-replication repair. അപ്പോൾ രണ്ട് പേരുകൾ, റീകോമ്പിനേഷൻ റിപ്പയർ ആൻഡ് പോസ്റ്റ് റെപ്ലിക്കേഷൻ റിപ്പയർ. റീകോമ്പിനേഷൻ റിപ്പയർ എന്ന് വിളിക്കാൻ കാരണം, റീകോമ്പിനേഷണൽ റിപ്പയർ എന്ന് വിളിക്കാൻ കാരണം റെക്കെ പ്രോട്ടീൻ്റെ പ്രസൻസ് ആണ്. അത് ജനറ്റിക് റീകോമ്പിനേഷനിലും അതുപോലെ തന്നെ ഈ ഒരു റിപ്പയറിലും മേജർ റോള് റെക്കെ പ്രോട്ടീനാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റീകോമ്പിനേഷണൽ റിപ്പയറിൻ്റെ മെക്കാനിസമാണ്. ഈ ഒരു മെക്കാനിസത്തിലും മേജറായിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ ലെഷൻ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ പിരമിഡിൻ ഡൈമർ. പിരമിഡിൻ ഡൈമർ നമ്മൾ മുമ്പേ കണ്ടതാണ്. ഈ രണ്ട് തൈമിൻ, സൈറ്റോസിൻ തൈമിൻ യോജിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ കോവലൻ്റ് ബോണ്ടിങ് വഴിയായിട്ട്, അപ്പോൾ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും, DNA സ്ട്രക്ചറിൽ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് രണ്ട് സ്ട്രാൻഡുകളുണ്ട്, DNAയുടെ രണ്ട് സ്ട്രാൻഡുകൾ. അതിൽ ഒരു സ്ട്രാൻഡിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു തൈമിൻ ഡൈമർ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാരൻ്റൽ സ്ട്രാൻഡിനെ ആധാരമാക്കിക്കൊണ്ട് കോംപ്ലിമെൻ്ററി ആക്കിയിട്ട് ഒരു നെയ്സൻ്റ് സ്ട്രാൻഡ് ഫോം ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇതാണ് ഒരു ഫസ്റ്റ് ഏറ്റവും മുകളിൽ കാണുന്നത്. ഞാനിതിങ്ങനെ ആക്കുമ്പോൾ അത് പിക്ചർ പോകുന്നു. ഏറ്റവും മുകളിൽ കാണുന്നത് ഒരു പാരൻ്റൽ സ്ട്രാൻഡാണ്. ആ പാരൻ്റൽ സ്ട്രാൻഡ് ഇടയിൽ ഒരു സംഭവം കാണിച്ചിരിക്കുന്നത്, ഒരു ചിഹ്നം കാണിച്ചിരിക്കുന്നത്, അവിടെ ഒരു ഡൈമർ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് ഒരു ഡൈമർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡൈമറിലേക്ക് സിന്തസിസ്, അടുത്ത ഒരു DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും കൃത്യമായിട്ട് ആഡ് ചെയ്ത് വരാൻ പറ്റും. പക്ഷേ ആ ഡൈമർ എത്തുന്ന സമയത്ത് അവിടെ ഈ ഒരു പാരൻ്റൽ സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ട് നെയ്സൻ സ്ട്രാൻഡിലേക്ക് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ആർക്ക്? DNA പോളിമറേസിന്. അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഓക്കെ, സോ മെക്കാനിസത്തിൽ നമ്മൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം അതാണ്. വെൻ DNA പോളിമറേസ് 2 എൻകൗണ്ടേഴ്സ് എ പിരമിഡിൻ ഡൈമർ ഇൻ എ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഇറ്റ്സ് പ്രോഗ്രസ് ഈസ് ബ്ലോക്ക്ഡ്. എന്താ കാരണം? അപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ട ആ ഒരു ഡൈമറുള്ള, ആ ഒരു ചിഹ്നം കാണിക്കുന്ന ഡൈമറാണ്. ഡൈമറുള്ള പാരൻ്റൽ സ്ട്രാൻഡിലൂടെ അതിൻ്റെ മുകളിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആക്കിയിട്ട് കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് വഴിയായിട്ട് ഒരു നെയ്സൻ സ്ട്രാൻഡ് ഫോം ചെയ്ത് വരികയാണ്. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത്, ആ ഒരു ഡൈമറിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് ആ ഡൈമറിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അഡിനൈൻ യൂണിറ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഡൈമർ അവിടെ കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ല. അത് ഡിസ്റ്റോർട്ട് ചെയ്ത് കുറച്ച് വളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ പോളിമറേസ് 2 എൻകൗണ്ടേഴ്സ് എ പിരമിഡിൻ ഡൈമർ ഇൻ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഇറ്റ്സ് പ്രോഗ്രസ് ഈസ് ബ്ലോക്ക്ഡ്. ക്ലിയർ അല്ലേ? ഹൗവർ കുറച്ച് നേരമൊക്കെ DNA പോളിമറേസ് ഇങ്ങനെ നോക്കും, ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാനൊക്കെ നോക്കും, പറ്റുന്നില്ല, ഒരു രക്ഷയില്ല.
അപ്പോൾ DNA പോളിമറേസ് എന്ത് ചെയ്യും? ആ ഡൈമർ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ചാടും. ഓക്കെ, DNA പോളിമറേസ് റീസ്റ്റാർട്ട്സ് DNA സിന്തസിസ് അറ്റ് സം പൊസിഷൻ ബിയോണ്ട് ദ ഡൈമർ. ആ ഡൈമർ വരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് തുടർന്ന് എന്ത് ആഡ് ചെയ്യാൻ തുടങ്ങും? ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ തുടങ്ങും. അവിടെയൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഹയർ സ്റ്റഡീസിലേ പറ്റുള്ളൂ. തൽക്കാല എക്സാമിന് നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. എങ്ങനെ അത് സിന്തസൈസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഹവർ DNA പോളിമറേസ് റീസ്റ്റാർട്ട്സ് DNA സിന്തസിസ് അറ്റ് സം പൊസിഷൻ ബിയോണ്ട് ദ ഡൈമർ. അപ്പോൾ എന്ത് സംഭവിച്ചു? ബാക്കി എല്ലാ ഭാഗവും സിന്തസൈസ് ചെയ്തു വന്നു. ആ ഡൈമറിൻ്റെ മുകളിൽ മാത്രം ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പായില്ലേ? ഇനി എന്താ ചെയ്തത്? പോളിമറേസ് എൻസൈം എടുത്ത് ചാടി ഇപ്പുറത്തു നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് വിട്ട് തൊട്ടപ്പുറത്തു നിന്നാണ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്തു നിന്നുള്ള പാരൻ്റൽ സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറിൽ നോക്കിയാൽ കാണാം. ഇവിടെ ഈ പിക്ചറിൽ ഇവിടെ ആണ് ആ ഡൈമർ ഉള്ളത്. അതിൻ്റെ മുകളിൽ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ നിന്ന് ബാക്കിയുള്ള ഭാഗത്താണ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ പോർഷൻ അവിടെ എന്തുണ്ട്? അവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് ക്ലിയർ ആണല്ലോ? അപ്പോൾ അവിടെ ആ ഗ്യാപ്പിലേക്ക് ആര് വരും? നമ്മൾ നേരത്തെ പറഞ്ഞ കഥാപാത്രം, റീകോമ്പിനേഷൻ എന്ന് പേര് വരാൻ കാരണം ആയിട്ടുള്ള റെക്കെ പ്രോട്ടീൻ വരും. ഓക്കെ, സോ റെക്കെ പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദി സിംഗിൾ സ്ട്രാൻഡ് ഓഫ് DNA അറ്റ് ദ ഗ്യാപ്പ് സൈറ്റ്. ആ ഗ്യാപ്പ് റീജിയണിൽ വന്നിട്ട് റെക്കെ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യും. ഓക്കെ, എന്തിനാണ് ഈ റെക്കെ പ്രോട്ടീൻ വരുന്നത്? എന്താണ് റെക്കെ പ്രോട്ടീൻ്റെ റോള്? ആ ഗ്യാപ്പിൽ അയാൾ വന്നിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ട് എന്ത് ബെനിഫിറ്റാണുള്ളത്? ഓക്കെ, അതിൻ്റെ മെയിൻ ഡ്യൂട്ടിയാണ് ഇറ്റ് മീഡിയേറ്റ്സ് പെയറിംഗ് വിത്ത് ദി ഹോമോലോഗസ് സെഗ്മെൻറ്റ് ഓഫ് ദി സിസ്റ്റർ സ്ട്രാൻഡ്. ഇവിടെ നമ്മൾ ഈ ഒരു DNA സ്ട്രാൻഡ് അതിൽ നിന്ന് ഫോം ചെയ്ത നേസൻ്റ് സ്ട്രാൻഡ് മാത്രം പറഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. വേറെ ഈ ഒരു സ്ട്രാൻഡിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഹോമോലോഗസ് DNA കൂടി ഇതിന് ഇൻവോൾവ് ആണ്. ഓക്കെ, ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ക്രോമസോം നമ്പർ 1 എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പർ പെറ്റേണൽ ഉണ്ട്, ക്രോമസോം നമ്പർ മെറ്റേണലും ഉണ്ട്. ഓക്കെ, ക്രോമസോം നമ്പർ പെറ്റേണൽ എന്ന് പറയുമ്പോൾ ഫാദറിൽ നിന്ന് വരുന്നത്, ക്രോമസോം നമ്പർ 1 മെറ്റേണൽ എന്ന് പറയുമ്പോൾ മദറിൽ നിന്ന് വരുന്നത്. ഇവർ തമ്മിൽ ഹോമോലോഗസ് ആണ്. ഒരുപോലെ ആയിരിക്കും, പക്ഷേ ജീനുകളിലെ വ്യത്യാസം ഉണ്ടായിരിക്കും. ജീനുകളുടെ എഫക്റ്റിൽ ചിലത് റിസസീവ് ജീനായിട്ടുണ്ടാവും, ചിലത് ഡോമിനൻ്റ് ജീനാവും. പക്ഷേ ഇതിലുള്ള കോമ്പിനേഷൻ DNAയുടെ സ്ട്രക്ചർ ഏകദേശം രണ്ടിലും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോം, നമ്മൾ സെൽ സൈക്കിൾ പഠിച്ചപ്പോൾ ഹോമോലോഗസ് ക്രോമസോം പെയറിങ് പഠിക്കുന്നുണ്ട്. മിയോസിസിൽ ഞാൻ തന്നെയാണ് എടുത്തത്. മിയോസിസ് സമയത്ത് ഹോമോലോഗസ് ക്രോമസോം പെയറിങ് നടക്കുന്നുണ്ട്. അവിടെ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കും. സെയിം റീജിയൻ ഈ ഒരു ഇപ്പോൾ ക്രോമസോം നമ്പർ പെറ്റേണൽ ക്രോമസോം നമ്പറിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ അവിടെ നിന്ന് അടർന്നിട്ട് അവിടെ നിന്ന് മുറിച്ചിട്ട് അത് ക്രോമസോം നമ്പർ 1 തന്നെ മെറ്റേണലിൻ്റെ ക്രോമസോമിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ക്രോമസോം നമ്പർ 1 മെറ്റേണലിലെ അതേ ഭാഗം പെറ്റേണലിൽ ആഡ് ചെയ്യും. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടക്കും, ജനറ്റിക് എക്സ്ചേഞ്ച്. ഇവിടെ അതേ മെക്കാനിസമാണ് നടക്കുന്നത്, ജനറ്റിക് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. DNA പോളിമറേസ് തിരിച്ചു വരണമെന്നില്ല. നമ്മൾ പലതിലും കണ്ടത് DNA പോളിമറേസ് തിരിച്ചു വരുന്നു ഫസ്റ്റ് പ്രൂഫ് റീഡിങ്ങിലൊക്കെ. ഇവിടെ DNA പോളിമറേസ് ഒരു വഴിയില്ലാണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ആഡ് ചെയ്ത് പോയി. ഓക്കെ, അവിടെ മിസ്മാച്ച് ഒന്നുമില്ല, അവിടെ ഗ്യാപ്പ് എടുക്കുക. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് എന്ത് ചെയ്യുന്നു? റെക്കെ പ്രോട്ടീൻ അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇനി റെക്കെ പ്രോട്ടീൻ ഒരു ഹോമോലോഗസ് DNA ഇപ്പോൾ ക്രോമസോം നമ്പർ 1 പെറ്റേണലാണ് ഈ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ക്രോമസോം നമ്പർ 1 മെറ്റേണലിനെ അടുത്തേക്ക് വിളിക്കുന്നു. ഓക്കെ, ഇറ്റ് മീഡിയേറ്റ്സ് പെയറിംഗ് വിത്ത് ദി ഹോമോലോഗസ് സെഗ്മെൻറ്റ് ഓഫ് ദി സിസ്റ്റർ സ്ട്രാൻഡ്. എന്നിട്ട് ഈ പറഞ്ഞ കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേസൽ സ്ട്രാൻഡിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ഈ വിളിച്ചു വരുത്തിയ ആളിലുള്ള സ്ട്രാൻഡ് അത് തമ്മിൽ പെയർ ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്യാപ്പ് ഈസ് ഫിൽഡ്. അവിടെ പുതുതായിട്ട് ഫോം ചെയ്യുന്നില്ല ആ ഗ്യാപ്പ്, തൈമിൻ ഡൈമറിന് മുകളിൽ വന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. ദാറ്റ് ഗ്യാപ്പ് ഈസ് ഫിൽഡ് ബൈ ദി എക്സ്ചേഞ്ച് ഓഫ് ഹോമോലോഗസ് സെഗ്മെൻറ്റ് ഫ്രം ദി സിസ്റ്റർ DNA മോളിക്യൂൾ
ബൈ എ റീകോമ്പിനേഷൻ ഡിപ്പെൻഡൻറ്റ് റിപ്പയർ പ്രോസസ്സ്. അതുകൊണ്ടാണ് ഇതിനെ റീകോമ്പിനേഷണൽ റിപ്പയർ മെക്കാനിസം വിളിക്കുന്നത്. റെക്കെ പ്രോട്ടീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരിക്കലും തൈമിൻ ഡൈമർ ഇരിക്കുന്നുണ്ട്. തൈമിൻ ഡൈമറിനെ കോംപ്ലിമെൻ്ററി ആക്കിയിട്ട് പറ്റില്ല, കാരണം തൈമിൻ ഡൈമർ അവിടെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിന് ഹോമോലോഗസ് ആയിട്ടുള്ള രണ്ടാമത്തെ ഇയാൾ പെറ്റേണലാണെന്നുണ്ടെങ്കിൽ മെറ്റേണലിൻ്റെ അതേ പൊസിഷനിലുള്ള ആ ഭാഗം എടുത്തിട്ട് മുറിച്ചിട്ട് ഈ ഗ്യാപ്പിൽ വന്ന് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് മീഡിയേറ്റഡ് ബൈ റെക് എ ജീൻ പ്രൊഡക്റ്റ്. റെക്കെ ജീൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റെക്കെ പ്രോട്ടീനാണ്. ജീനിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റ് റെക്കെ പ്രോട്ടീനാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റിസൾട്ടിങ് ഗ്യാപ്പ് ഇൻ ദ സിസ്റ്റർ DNA മോളിക്യൂൾ. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം, പിക്ചറിൽ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി റൗണ്ട് ഇട്ട് വെച്ചിട്ടുള്ള ഇതാണ്, അവിടെയാണ് ഡൈമറുള്ളത്. അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരാളെ വിളിച്ച് വരുത്തിയ ആ രണ്ടാമത്തെ സിസ്റ്റർ ക്രോമസോമാണ് ഈ കാണുന്നത്. ഹോമോലോഗസ് സിസ്റ്റർ ക്രോമസോമാണ് ഇത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള, അപ്പോൾ ഇവിടെയാണ് ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള പോർഷൻ എവിടെയായിരിക്കുന്നത്, ഈ പോർഷനായിരിക്കും അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് മുറിക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഗ്യാപ്പിൽ ഒന്ന് ആഡ് ചെയ്യണം. കണ്ടോ, ഇവിടെ ഓറഞ്ചിൻ്റെ സ്ഥാനത്ത് ആ നീല ഒരു ബ്ലൂ കളറുള്ള ഭാഗം ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കണ്ടോ, അത് ഇവിടെ നിന്ന് മുറിച്ചെടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബ്ലൂ കളറുള്ള ഭാഗം ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്ന് മുറിച്ചിട്ട് അത് ഈ ഭാഗത്ത് വന്നിട്ട് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ രണ്ടാമത് വന്ന ആൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഓക്കെ അല്ലേ, രണ്ടാമത് ആ മുറിച്ച് കൊടുത്ത ഒരു പീസ് മുറിച്ച് ദാനം ചെയ്ത ആൾക്ക്, അയാൾ ആക്ച്വലി ഇതിൽ ഇൻവോൾവ് അല്ല, അയാൾക്കൊരു പ്രശ്നമില്ല, പക്ഷേ അയാൾക്കൊരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് പ്രശ്നമാണോ? ഈ ഗ്യാപ്പ് എന്തെങ്കിലും വിധത്തിൽ പ്രശ്നം ഉണ്ടാക്കുമോ? ഈ ഗ്യാപ്പിന് യാതൊരു പ്രശ്നമില്ല. ഇവിടെ എന്താ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റാതിരുന്നത്? ഇവിടെ ആദ്യത്തെ നമ്മൾ പറഞ്ഞതിൽ അവിടെ ഒരു പിരമിഡിൻ ഡൈമർ ഉള്ളതുകൊണ്ടാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റാതിരുന്നത്. കാരണം പിരമിഡിൻ ഡൈമർ ആയതുകൊണ്ട് അവിടെ കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് പോസിബിൾ അല്ല. ബട്ട് ഇൻ ദിസ് കേസ് ഇവിടെ ഒരു പിരമിഡിൻ ഡൈമർ ഒന്നുമില്ല. ഓക്കെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആണ് പാരൻ്റൽ സ്ട്രാൻഡ്, അതിന് താഴെയുള്ള സ്ട്രാൻഡ്. അപ്പോൾ ആ താഴെയുള്ള സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആക്കിയിട്ട് സിമ്പിളായിട്ട് ഫില്ല് ചെയ്താൽ മതി. അതിന് ആരുണ്ടായാൽ മതി, DNA പോളിമറൈസ് വരിക, ലിഗേസ് വന്നു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റും. യാതൊരു പ്രോബ്ലം വേറെ വരുന്നില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ തൈമിൻ റിസൾട്ടിങ് ഗ്യാപ്പ് ഇൻ ദ സിസ്റ്റർ DNA മോളിക്യൂൾ. ഓക്കെ, നമ്മൾ ആ സഹായിക്കാൻ വന്ന സിസ്റ്റർ DNA മോളിക്യൂൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ ബൈ DNA പോളിമറൈസ് ആൻഡ് ദ നിക്ക് ഈസ് സീൽഡ് ബൈ DNA ലിഗേസ്. എല്ലാത്തിലും പറയുന്ന പോലെ DNA പോളിമറൈസും DNA ലിഗേസും കൂടിയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും ആ തൈമിൻ ഡൈമർ പാരൻ്റൽ സ്ട്രാൻഡിലേക്ക് എടുക്കുന്നത്, ആ പാരൻ്റൽ സ്ട്രാൻഡിൻ്റെ തൊട്ടുമുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഇപ്പുറത്ത് നിന്ന് മുറിച്ചെടുത്ത് അവിടെ ഫിറ്റ് ചെയ്തിട്ട്, പക്ഷേ തൈമിൻ ഡൈമർ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ്, അതിനൊന്നും സംഭവിച്ചിട്ടില്ല. തൈമിൻ ഡൈമർ സ്റ്റിൽ റിമൈൻസ് ഇൻ ദി പാരൻ്റൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ബട്ട് ദ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് കീപ്സ് ഇൻടാക്ട്. ഇവിടെ എങ്ങനെയാണ് ഇനി തൈമിൻ ഡൈമറിനെ എങ്ങനെ എടുത്ത് കളയാം? അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ mechanism. Thymine dimer will have to be removed by other mechanisms such as nucleotide excision repair or photoreactivation for a permanent repair of the damage. ഇത് ഏതെങ്കിലും മെക്കാനിസം വന്നിട്ട് തൈമിൻ ഡൈമറിനെ ക്ലിയർ ചെയ്തോളും. അപ്പോൾ ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു മെക്കാനിസം അല്ല. നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണിച്ച പോലെ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നൊരു പീസ് മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ആഡ് ചെയ്യുക, ഈ ഭാഗത്ത് വന്ന് ആഡ് ചെയ്യുക, അങ്ങനെ ഇവിടെ കൂടിച്ചേരുക, ഇവിടെ ഗ്യാപ്പ് വരിക, അത് ജസ്റ്റ് ന്യൂക്ലിയോടൈഡ് വന്ന് ഫില്ല് ചെയ്തിട്ട് പോളിമറൈസും ലിഗേസും വന്നിട്ട് ഇവിടെ ആഡ് ചെയ്ത് ഫില്ല് ചെയ്യുക. അത്ര സിമ്പിളല്ല ഇത്. ഇവിടെ ഈ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ. എന്നിട്ട് ഇവിടെ ഇത് ജോയിൻ ചെയ്യും, ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒരൊറ്റ സ്ട്രാൻഡായിട്ട് മാറും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു പകുതി സ്ട്രാൻഡ് ഇപ്പുറത്തും പകുതി സ്ട്രാൻഡ് ഇപ്പുറത്തും അങ്ങനെയായിട്ടുള്ളൊരു കണ്ടീഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഹയർ ക്ലാസ്സിൽ നിങ്ങൾ വിശദമായിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പിക്ചർ കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ ഒരു TT അവിടെ ഒരു ഡിസ്റ്റോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്ത് TT ഡിസ്റ്റോർഷൻ, അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഫോം ചെയ്യുന്നതിൽ ഗ്യാപ്പ് TTയുടെ നേരെ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ആ ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു സ്ട്രാൻഡ് ഇവിടെ വേറെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഹോമോലോഗസ് സ്ട്രാൻഡ്. ഓക്കെ, ആ സ്ട്രാൻഡിൽ നിന്ന് ഒരു പീസ് മുറിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു പീസ് മുറിച്ചിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. കണ്ടില്ലേ, ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ ഫില്ലായി കണ്ടോ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഫില്ലായി. ഇവിടുത്തെ ആ ഗ്യാപ്പ് പിന്നീട് DNA പോളിമറേസ്, ഈ ഭാഗത്തെ ഗ്യാപ്പ് വന്നിട്ട് DNA പോളിമറേസ് വന്ന് ആഡ് ചെയ്ത് ക്ലിയർ ആക്കുന്നു. എന്താ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ പിക്ചറിൽ ആ ഗ്യാപ്പ് കാണുന്നില്ല, കാരണം DNA പോളിമറേസും ലിഗേസും വന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ പറഞ്ഞ ഏതായിരുന്നു റീകോമ്പിനേഷണൽ റിപ്പയർ എന്ന് പറയുന്നത്. നോട്ട്സ് വായിച്ച് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത മെക്കാനിസത്തിലേക്ക് നമുക്ക് പോകാം. SOS റിപ്പയർ മെക്കാനിസമാണ് ലാസ്റ്റ് വൺ. SOS റിപ്പയർ മെക്കാനിസം. ഓക്കെ, ഇത് മറ്റുള്ള എല്ലാ 6 എണ്ണത്തിൽ നിന്നും വ്യത്യാസമാണ് SOS റിപ്പയർ. ഓക്കെ, we know that most other DNA repair mechanism, they are constitutive and are quite accurate. Constitutively active ആയിട്ടുള്ള റിപ്പയർ മെക്കാനിസം ആണ്. ഓക്കെ, they remain active all the time. Okay, but a few like this SOS repair are activated in response to some signal. Only if there is any damage, and only this type of SOS repair system will be activated. Otherwise it will be an inactivated state. Okay, so SOS repair which is induced only by a DNA damage is an example for this. SOS repair എന്ന് പറയുന്നത് it will be active only if there is a DNA damage. Particular DNA damage വന്നാൽ മാത്രമേ SOS repair ആക്റ്റീവ് ആവുള്ളൂ. മറ്റേതൊക്കെ കൺസ്റ്റിറ്റ്യൂട്ടീവ്ലി ആക്റ്റീവ് ആണ്, എപ്പോഴും ആക്റ്റീവ് ആണ്. അപ്പോൾ SOS റിപ്പയറിൽ നമ്മൾ 2 ആൾക്കാരെയാണ് മേജറായിട്ട് ഓർക്കേണ്ടത്. ഓക്കെ, 2 റെഗുലേറ്ററി ജീൻസ്, 2 ജീനുകളാണ്. ഒന്ന് REC-A ജീൻ ആൻഡ് LEX-A ജീൻ. ഓക്കെ, REC-A ജീൻ ആൻഡ് LEX-A ജീൻ, ഈ 2 ജീനുകളെ നമ്മൾ ഓർക്കാം. REC-A ജീനും LEX-A ജീനും. So they regulate the expression of number of other genes that are involved in DNA repair. ഇവരാണോ മെയിൻ ജോലിന്ന് ചോദിച്ചാൽ ഇവരല്ല. REC-Aനും LEX-Aയും അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ ഈ SOS റിപ്പയർ മെക്കാനിസം ചെയ്യുന്നത്, റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓൾമോസ്റ്റ് 17 ജീനുകളുണ്ട്. ഓക്കെ, ആ 17 ജീനുകളും പക്ഷേ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? ഈ REC-Aയും LEX-Aയും. അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന അല്ലെങ്കിൽ പണിയെടുപ്പിക്കാതിരിക്കുന്ന ജീനുകളാണ് REC-Aയും LEX-Aയും. ഓക്കെ, പക്ഷേ അവിടെ റിപ്പയർ ചെയ്യുന്നത് ഈ 17 ജീൻസാണ്. ഇവരല്ലാത്ത ഒരു 17 ജീനുകൾ വേറെയുണ്ട്, അവരാണ് റിപ്പയർ മെക്കാനിസം ചെയ്യുന്നത്. അപ്പോൾ LEX-Aനെ കുറിച്ചും REC-Aനെ കുറിച്ചും പഠിക്കാം. LEX-A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് കൺട്രോൾ ഓവർ ദി ക്ലസ്റ്റർ ഓഫ് DNA റിപ്പയർ ജീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പണിയെടുക്കുന്ന അവരാണ് മെയിൻ ജോലി ചെയ്യുന്നത്. ആ DNA റിപ്പയർ ജീനിൻ്റെ മേലെ ഒരു നെഗറ്റീവ് കൺട്രോളുള്ള ആൾക്കാരാണ് LEX-A. അപ്പോൾ REC-A എന്തായിരിക്കും? REC-Aക്ക് ഒരു പോസിറ്റീവ് കൺട്രോളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു SOS റിപ്പയർ എന്ന് പറഞ്ഞാൽ ഡാമേജ് വരുമ്പോൾ മാത്രം ആക്റ്റീവ് ആവുന്ന ആളാണ്, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇൻ ദി അൺഇൻഡ്യൂസ്ഡ് സ്റ്റേറ്റ്, ഇഫ് ദർ ഈസ് നോ ഡാമേജ്, വെൻ ദർ ഈസ് നോ DNA ഡാമേജ്, അപ്പോൾ ദിസ് LEX പ്രോട്ടീൻ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ LEX പ്രോട്ടീൻ, ഇറ്റ് ഫങ്ഷൻസ് ആസ് എ റിപ്രസർ. ഓക്കെ, LEX protein functions as repressor molecule. That means it prevent transcription of this cluster of gene. എപ്പോഴും ഓർക്കുക, ക്ലസ്റ്റർ ഓഫ് ജീൻ ആണ് റിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ LEX-A പ്രോട്ടീൻ ഒരു ഡാമേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ LEX-A പ്രോട്ടീൻ ഒരു റിപ്രസറാണ്. ഈ റിപ്രസറൊക്കെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിൽ പഠിപ്പിച്ചതാണ്. റിപ്രസറുടെ ജോലി എന്താ? അത് റെഗുലേഷനിൽ നമ്മൾ പഠിച്ചതാണ്, ജീൻ റെഗുലേഷൻ. റിപ്രസർ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആ ട്രാൻസ്ക്രിപ്ഷൻ നടത്തേണ്ട ആ ജീനിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റിപ്രസർ വന്ന് അവിടെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 17 ജീനുകൾ, ഈ റിപ്പയറിന് വേണ്ട 17 ജീനുകൾ, റിപ്പയറിന് വേണ്ട 17 ജീനുകൾ ഇപ്പോൾ ആവശ്യമില്ല, കാരണം അൺഇൻഡ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്, അവിടെ DNA ഡാമേജ് ഇല്ല. അപ്പോൾ റിപ്പയറിന് വേണ്ട 17 ജീനുകളെ ആ ഒരു സിന്തസിസിൽ, അതായത് ജീനുകൾ ഉണ്ടാകുന്ന പ്രോട്ടീനുകളുടെ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യും. റിപ്രസറായിട്ട് ആരാക്ട് ചെയ്യും? LEX-A പ്രോട്ടീൻ. അപ്പോൾ LEX-A പ്രോട്ടീൻ
അവിടെ നോർമലി ഒരു റിപ്രസറാണ്, അത് അതിനെ സിന്തസിസിനെ ആ ഒരു ജീനുകളിൽ നിന്നുള്ള പ്രോട്ടീൻ സിന്തസിനെ ബ്ലോക്ക് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? പക്ഷേ റെക്ക പ്രോട്ടീൻ നേരെ തിരിച്ചാണ്. ഇറ്റ് ഹാസ് എ പോസിറ്റീവ് കൺട്രോൾ ഓവർ ദി ക്ലസ്റ്റർ ഓഫ് DNA റിപ്പയർ ജീൻ. DNA റിപ്പയർ ജീനിനെ എങ്ങനെയെങ്കിലും ആക്റ്റീവ് ആക്കിയിട്ട് ആ റിപ്പയർ നടത്തുക എന്നുള്ളതാണ് റെക്കയുടെ ജോലി. അപ്പോൾ റെക്ക ആക്റ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരണം? ആക്ച്വലി അവിടെ ഒരു സഫീഷ്യൻറ്റ് DNA ഡാമേജ് അവിടെ ഉണ്ടാവണം. ഓക്കെ, സോ വെൻ ദർ ഹാസ് ബീൻ സഫീഷ്യൻറ്റ് DNA ഡാമേജ്, അവിടെ ഒരു പർട്ടിക്കുലർ DNA ഡാമേജ് വന്നു കഴിഞ്ഞാൽ ദ റെക്ക പ്രോട്ടീൻ ബിക്കംസ് ആക്ടിവേറ്റഡ്. അപ്പോൾ അതിന് പോസിറ്റീവ് റെഗുലേഷനാണ്. എങ്ങനെയെങ്കിലും ആ 17 പേരെയും ജീവിപ്പിക്കണം. Okay, so activated Recce protein stimulates the Lexe protein to cleave itself. Activated Recce protein stimulate ചെയ്യുന്നു. ആരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു? ലെക്സെ പ്രോട്ടീനെ. ലെക്സെ പ്രോട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിപ്രസറായിട്ടിരിക്കാനാണോ? റിപ്രസർ എന്ന് പറഞ്ഞാൽ DNA സിന്തസിസ് നടക്കാതിരിക്കാൻ, ജീനുകളുടെ സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണോ? അതല്ല ചെയ്യുന്നത്. റെക്ക പ്രോട്ടീൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഇയാളെ രണ്ടായിട്ട് മുറിക്കാനാണ്. ടു ലെക്സെ പ്രോട്ടീൻ ടു ക്ലീവ് ഇറ്റ് സെൽഫ്. ഓക്കെ, അങ്ങനെ റെക്ക പ്രോട്ടീൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ലെക്സെ പ്രോട്ടീനെ പിടിച്ച് 2 പീസാക്കും. ഓക്കെ, സോ ദ ക്ലീവ്ഡ് ലെക്സെ പ്രോട്ടീൻ ലോസസ് ദ എബിലിറ്റി ടു റിപ്രസ് ദി ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ജീൻസ് ഇൻവോൾവ് ഇൻ DNA റിപ്പയർ. ഓക്കെ, അപ്പോൾ 2 പീസാക്കി മുറിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ലെക്സെ പ്രോട്ടീന് പിന്നെ ആരാവാൻ പറ്റില്ല? റിപ്രസർ ആവാൻ പറ്റില്ല. അപ്പോൾ അതിന് റിപ്രസർ ആവാൻ പറ്റിയില്ലെങ്കിൽ ആരെ റിപ്രസ് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ക്ലസ്റ്റർ ഓഫ് ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ റിപ്രസ് ചെയ്യാൻ പറ്റില്ല, റിപ്രസർ ആവാൻ പറ്റില്ല. ഓക്കെ, സോ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ജീൻസ് ആക്ടിവേറ്റഡ്. ദിസ് റിസൾട്ട്സ് ഇൻ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദീസ് റിപ്പയർ ജീൻസ്. ഓക്കെ, അങ്ങനെ ആ റിപ്പയർ ജീനെ ആക്റ്റീവ് ആവുന്നു, അതിൽ നിന്നുള്ള പ്രോട്ടീനുകൾ ഉണ്ടാവുന്നു, ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാവുന്നു. ദാറ്റ് ഫൈനലി ലീഡ്സ് ടു ദി റിപ്പയർ ഓഫ് ദി ഡാമേജ് DNA. ഓക്കെ, ആ പ്രോട്ടീനുകൾ അല്ലെങ്കിൽ ആ പ്രോട്ടീനുകൾ എൻസൈമുകളായിട്ട് ഈ ഡാമേജ് DNA റിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ആ എങ്ങനെ റിപ്പയർ ചെയ്യുന്നു നമുക്ക് പഠിക്കാനില്ല. ആ പ്രോട്ടീൻ അവിടെ വരുന്നു, റിപ്പയർ ചെയ്യുന്നു. ഓക്കെ, സോ ആ പ്രോട്ടീൻ അവിടെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലെക്സെ പ്രോട്ടീൻ്റെ റിപ്രസിങ് അവസാനിക്കണം. ലെക്സെ പ്രോട്ടീൻ റിപ്രസിങ് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലെക്സെ പ്രോട്ടീനെ ക്ലീവ് ചെയ്ത് കളയണം. ലെക്സെ പ്രോട്ടീനെ ക്ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് വരണം? റെക്ക പ്രോട്ടീൻ ആക്റ്റീവായിട്ട് വരണം. റെക്ക പ്രോട്ടീൻ ആക്റ്റീവായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? DNA ഡാമേജ് ഉണ്ടാവണം. ഓക്കെ, ഇനി DNA ഡാമേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ റെക്ക പ്രോട്ടീൻ ഒരു ഭാഗത്ത് പോയി കിടന്നുറങ്ങുന്നുണ്ടാവും, അയാൾ രംഗത്തില്ല. റെക്ക പ്രോട്ടീൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ലെക്സെ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഒരു റിപ്രസർ ആയിരിക്കും. അത് നേരെ പോയിട്ട് ആ ജീനുകളെ ഇനാക്റ്റീവ് ആക്കും, റിപ്രസ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ വെൻ ദ DNA ഡാമേജ് ഹാസ് ബീൻ റിപ്പയർഡ്, it is completely repaired, there is no problem now, then Recce again becomes inactivated. അയാൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി, റെക്ക പ്രോട്ടീൻ. ആൻഡ് ദ ന്യൂലി സിന്തസൈസ്ഡ് ലെക്സെ പ്രോട്ടീൻ is not cleaved by this Recce protein. Okay, so it acts as a repressor that again represses the DNA repair gene. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പിക്ചറാണ്, വേറെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ SOS റിപ്പയർ. അപ്പോൾ ഞാൻ വേറെ പിക്ചറുകളൊന്നും എടുത്തില്ല, നമുക്ക് ജസ്റ്റ് ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. SOS റിപ്പയറിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ റിപ്രസ്ഡ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഫസ്റ്റ് ഇതാ LEX-A ജീൻ. ഓക്കെ, LEX-A ജീൻ വരുന്നു, അത് LEX-A പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഓക്കെ, LEX-A ജീൻ വരുന്നു, LEX-A പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ആ LEX-A പ്രോട്ടീൻ റിപ്രസസ് ദി ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ജീൻസ് ഇൻവോൾവ് ഇൻ DNA റിപ്പയർ. അവിടെ DNAക്ക് ഡാമേജ് ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ ഈ 17 ജീൻസ് ആക്ടിവേറ്റ് ആവേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ LEX-A പ്രോട്ടീൻ നോർമലി ഒന്ന് റിപ്രസറായിട്ട് അത് ക്ലോസ് ചെയ്യുന്നു. അടുത്തത് റെക്ക ജീൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ റെക്ക പ്രോട്ടീൻ ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ആണ്. ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഡാമേജ് വരണം. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്, ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ അവിടെ അവസാനിക്കും. ഇനി SOS റിപ്പയർ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ റെക്ക ജീൻ ഉണ്ട്, കണ്ടോ? റെക്ക ജീൻ റെക്ക പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ദാറ്റ് റെക്ക പ്രോട്ടീൻ ബിക്കംസ് ആക്ടിവേറ്റഡ് ബൈ DNA ഡാമേജ്. നേരത്തെ ഇനാക്റ്റീവായിട്ട് ഉറങ്ങിക്കിടക്കായിരുന്നു, പക്ഷേ ഇവിടെ DNA ഡാമേജ് ഉണ്ട്, അങ്ങനെ റെക്ക പ്രോട്ടീൻ ആക്റ്റീവായി. ആ റെക്ക പ്രോട്ടീൻ ആക്റ്റീവായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LEX-A ജീൻ ഉണ്ട്, LEX-A പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ട്. LEX-A പ്രോട്ടീൻ അടുത്ത പരിപാടി റിപ്രസ് ചെയ്യാൻ പോകുമായിരുന്നു. ആ സമയത്താണ് ഇയാൾ വന്നിട്ട് നേരെ LEX-A പ്രോട്ടീനെ ക്ലീവ് ചെയ്യുന്നു. ആക്റ്റീവ് റെക്ക സ്റ്റിമുലേറ്റ് LEX-A ടു ക്ലീവ് ഇറ്റ് സെൽഫ്, രണ്ടായിട്ട് മുറിച്ച് കളയുന്നു. Now LEX-A is cleaved and it become functionless. അതിൻ്റെ റിപ്രഷൻ, ആ റിപ്രസിങ് ആക്ടിവിറ്റി is inhibited.
Okay, so no repression transcription of 17 repair genes. Okay, repression അവിടെ ഇല്ല. That results transcription of 17 repair genes. That repair gene repaired. That 17 repair genes repair the problem, that damage. ഇതാണ് SOS repair mechanism. Okay. Thank you.